സിദ്ധാർത്ഥൻ അതിക്രൂരമായി പീഡനത്തിനിരയായി മരണപ്പെട്ടതിന് ശേഷവും അപമാനിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഏറെ ദയനീയമായ ഒരു വസ്തുത. കാരണം ഒരു കേസ് അതിനുശേഷം വളരെ പെട്ടെന്ന് കോളേജ് കമ്മിറ്റിയിലേക്ക് വരുന്നു, ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അതിന് മീറ്റിംഗ് കൂടുന്നു, ഉദ്യോഗസ്ഥരടക്കം കോളേജ് അധികൃതരടക്കം മീറ്റിംഗ് കൂടുന്നു, അതിന് ശിക്ഷാവിധി എന്ത് വിധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കും എത്തുന്നു. ആ സമയം മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടക്കാൻ കോളേജ് അധികൃതർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അപച്യുതികളെ സന്ദേശം എന്ന സിനിമയിൽ ഒരു കുമാരപിള്ള സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാകൃത്തും തിരക്കഥാകൃത്തും. അപ്പോൾ കുമാരപിള്ള സാറിൻ്റെ ഒരു കുമാരപിള്ള സാർ മേനിയ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതുകൊണ്ടാണ് പാവപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മേലെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയം അടിച്ചേൽപ്പിക്കാനുള്ള ഇവരുടെ ഈ തന്ത്രം ഇവർ മെനഞ്ഞെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. സിദ്ധാർത്ഥൻ്റെ മേൽ അത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈ കുമാരപിള്ള സാർ മേനിയയുടെ പേരിൽ ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര സംശയമുള്ളത്? CBI ഇന്ന് സമർപ്പിച്ച പ്രിലിമിനറി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. വീട്ടിലേക്ക് പോയ ആ പയ്യനെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരിച്ചു വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ക്രൂരമായ പീഡനം നടത്തിയിട്ട് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്.